പെൺകുട്ടികളെ നിങ്ങൾ സംരക്ഷിച്ചാൽ, അവരോട് കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരും. ഏത് കാലം? ജീവനോടെ കുഴിച്ചു പോകുന്ന കാലം. ഭാര്യ ഗർഭിണിയായാൽ തന്നെ കുഴിയെടുത്തു വെക്കും. ജാഹിലിയ കാലത്ത് പ്രസവിക്കപ്പെട്ടത് ആൺകുഞ്ഞാണെങ്കിൽ ആ കുഴി മണ്ണിട്ട് മൂടും. അല്ല, പെൺകുട്ടിയാണെങ്കിൽ ജീവനോടെ കുഴിച്ചു പോകും. ആ കാലത്ത് തിരുത്തുന്നത് 3 പെൺമക്കളെ ഒരാൾ വേണ്ടതുപോലെ വളർത്തിയ അവന്റെ സ്വർഗം. നബിയെ 2 പേരോ? യെസ്, 2 പേരും. ഒന്നാണെങ്കിലോ കിട്ടും. പരിധിയില്ലാത്ത കരുണയാണ് ഇസ്ലാമിന്റെ സ്നേഹം. തന്റെ അയൽവാസി രോഗിയായി, രോഗം മൂർച്ഛിച്ചു, അയാൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല, ആംബുലൻസ് വിളിക്കാനുള്ള ക്യാഷ് ഇല്ല. അതിന്റെ പേരിൽ അയാളുടെ രോഗം വർദ്ധിക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ നമ്മൾ കുറ്റക്കാരാവും. ഇനി പറയാൻ പോകുന്ന 2 ന്യായങ്ങളൊന്നും ഇസ്ലാം പരിഗണിക്കില്ല. എനിക്കറിയില്ലായിരുന്നു, അത്രമേൽ രോഗം വർദ്ധിച്ചത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുറച്ചു ദിവസമായി കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ന്യായങ്ങളൊന്നും ഇസ്ലാം അംഗീകരിക്കില്ല. അറിയില്ല എന്ന വാദം ചവറ്റുകൊട്ടിയിലേക്ക് എറിയും. നിന്റെ അയൽവാസിയുടെ രോദനം നീ അറിയില്ലെങ്കിൽ നീ എന്ത് മുഅ്മിൻ, നീ എന്ത് മുസ്ലിം, നിനക്കെന്ത് ഇസ്ലാം? അൽ ഇഫാദ ലിമാ ജാഅ ഫിൽ മർളി വൽ ഇയാദ എന്ന ഗ്രന്ഥം ചോദിക്കുന്നുണ്ട്.